നടപ്പിലാക്കട്ടെ, അവർ തണ്ടട്ടെ. അറിയാവോ, ഇവര് തെണ്ടെങ്കിലും എന്തിനും ജനങ്ങൾ പഠിക്കണം, എന്നെ പോലെ പെണ്ണുങ്ങൾ പഠിക്കണം. പെണ്ണുങ്ങൾ അനുഭവം, പെണ്ണുങ്ങളെ കുത്തിക്കയറ്റി കൊടുത്താ ഇത് മുഴുവൻ. അത് തന്നെ. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകി പുതിയ സർക്കാർ, അത് എത്രത്തോളം പ്രാബല്യത്തിൽ വരും? ഒരു മാസം അതിൽ കൂടുതൽ പ്രാബല്യത്തിൽ തോന്നുന്ന സർക്കാർ നഷ്ടമല്ലേ വരുള്ളൂ. ഇതൊരു ലാഭമായിട്ട് ലാഭക്കച്ചവടമേ അല്ല. അത് ഈ ഓർഡർക്ക് മാത്രമാണോ അത് എല്ലാ സർക്കാർ വണ്ടിക്കുണ്ട്. ഇപ്പോൾ നിലവിൽ പറയുന്ന ഓർഡിനറി ലൈൻ ബസ്സുകൾക്ക് മാത്രമുള്ളതാണ് പറയുന്നത്. അതൊക്കെ നടക്കണ കേസല്ല. അതിവർ കളിപ്പിക്കാൻ പറയണമെന്നാ എൻ്റെ ഒരു പക്ഷേ അങ്ങനെയാണ്. അങ്ങനെ അല്ല എങ്കിലുണ്ടല്ലോ എല്ലാ വണ്ടിക്കും അങ്ങനെ LS ഉണ്ട്. LS അല്ല, മറ്റേ സർക്കാരിൻ്റെ പിന്നെ ഇതുണ്ട്, ലൈൻ ബസ് ഉണ്ട്. അതിന് മാത്രം ഓർഡിനറിക്ക് മാത്രമായിട്ട് ഇവരിങ്ങനെ വെക്കണത് ഒരിക്കലും ശരിയല്ല. വയ്ക്കുവാണെങ്കിൽ എല്ലാ വണ്ടിക്ക് പിന്നെ വലിയ പാസ്റ്റ് പോകുന്നില്ലേ, അതിനൊക്കെ വെക്കണം. എന്നാലും ഞാൻ ആപ്പാഞ്ചിറന്ന് തലപ്പുറം നിന്ന് മാന്നാറിയ രൂപ 19 മേടിച്ചവർ ആ രീതിയിലാകാൻ പാടില്ല. അങ്ങനെ ആകുവാണെങ്കിൽ എല്ലായിടത്തും അങ്ങനെയാണ്. ഇവരിങ്ങനെ ഈ സ്ത്രീകൾക്ക് മാത്രം സൗജന്യമായിട്ട് ഒരു യാത്രാ സൗജന്യം ചെയ്യുകയാണ്. ഞാൻ തിരുവനന്തപുരം വരെ പോകണം നിർത്തായിരുന്നു. സത്യം, ഒരു വിനോദയാത്ര. ഞാൻ പോയിട്ടുണ്ട്, ഇല്ലെന്നല്ല, ഞാൻ പോയിട്ടുണ്ട് തിരുവനന്തപുരത്തേക്ക്. അവസരം കിട്ടുമ്പോൾ പോകാം. ഇവര് പറഞ്ഞു കോട്ടയം വരെ ഉള്ളത്. കോട്ടയം വരെ പോയിട്ട് നമുക്ക് തന്നെ. പിന്നെ ഞാൻ കോട്ടയത്തിന് എല്ലാ മാസവും പോകാറുണ്ട്, പൈസ അടയ്ക്കാൻ പോകാറുണ്ട്. ലോട്ടറി വിൽക്കണ ലോട്ടറി ഓഫീസിൽ പോയിട്ട് 100 രൂപ എനിക്ക് പോയിട്ട് വരാം. അത് ഇവരെ നോക്കിയിരിക്കേണ്ട കാര്യമില്ലല്ലോ. ഇതൊന്നും പ്രാബല്യത്തിൽ വരാൻ പോകുന്നില്ല. ഞാൻ ന്യായമായിട്ടൊരു ചോദ്യം ചോദിക്കട്ടെ. അപ്പോൾ നിങ്ങൾ സ്ത്രീകൾ അത്രത്തോളം എന്താ പറയുക തരം താഴ്ന്നു പോയോ എന്നൊരു ചോദ്യം വരും. കാരണം ഇവിടെ ഭിന്നശേഷിക്കാരുണ്ട്, ന്യൂനപക്ഷക്കാരുണ്ട്, അവർക്കൊക്കെ എല്ലായിരുന്നു ഈ ആനുകൂല്യം കൊടുക്കേണ്ടത്. അങ്ങനെ വേണം കൊടുക്കാൻ. കൊടുക്കണം. അങ്ങനെ എന്നെപ്പോലുള്ള വിധവർക്ക് കൊടുക്കണം. ഒരു നിർവാഹമില്ലാത്തവർക്കാണ് കൊടുക്കാൻ. അങ്ങനെ അല്ലാതെ മൊത്തത്തിൽ കൊടുക്കുമല്ലോ. അത് ന്യൂനപക്ഷക്കാർക്ക് കൂടി. ഇതൊന്നും ഇവര് സ്ത്രീകൾ ജോലി ചെയ്യുന്ന പലരും ഉണ്ട്. നല്ലൊരു ശതമാനം, 70% ഉണ്ട്. ഒത്തിരി പേരുണ്ട്. ഈ സ്ത്രീകൾ എന്ന് പറയുമ്പോൾ അവർ ഉൾപ്പെടും. അപ്പം അത്രത്തോളം ഒരു നഷ്ടം സർക്കാരിന് വരികയില്ല. പിന്നെ അവിടെ നമ്മൾ തഴയപ്പെടുന്ന നിങ്ങളെപ്പോലെയുള്ള ന്യൂനപക്ഷക്കാരുമാണ്. അതിനെക്കുറിച്ച് എന്താ പറയുക? അതിനെന്ന് പറഞ്ഞാൽ എനിക്ക് ഇത് മുന്നോട്ട് പോകുന്നുള്ള പ്രാബല്യത്തിൽ എനിക്ക് യാതൊരു താല്പര്യമില്ല. ഈ പൈസ എൻ്റെ ഞാൻ പറയാം, ഈ സൗജന്യം ബസ്സിൽ കയറ്റിരുന്ന ആ കണ്ട പാവപ്പെട്ടവർക്കെല്ലാം വീട് വെച്ച് കൊടുക്കാൻ വല്ല ഇതുണ്ടെങ്കിൽ അവർ ചെയ്യട്ടെ. അതാണെങ്കിൽ എനിക്ക് സന്തോഷമാണ്. അതൊന്നും നിലവിൽ നിൽക്കാൻ പോണില്ല. എൻ്റെ എൻ്റെ അഭിപ്രായം. അതായത് വീടില്ലാതെ ഞാൻ തെണ്ട് നടക്കുവാന്ന് വേണം പറയാൻ. സത്യം ഞാൻ പറഞ്ഞു. എൻ്റെ വീട് പോയിട്ട് ഇപ്പോൾ ഒന്ന് വാടകയ്ക്ക് താമസിക്കാൻ പോലും ഒരു വാടക ഇതുപോലും എടുക്കാൻ നിർവാഹമില്ലാതെ ഇപ്പോൾ ഞാൻ തെണ്ടി നടക്കാം. ഞാൻ ട്രാൻസ്പോർട്ട് കയറി എവിടെയൊക്കെ പോകാൻ എങ്ങും പോക്കടയില്ല. ഇവർ ഞാൻ തമാശട്ടും പറഞ്ഞാലേ ഇവർ ഒന്നിലെ ഒരു മാസത്തിലെ അല്ല 5 മാസത്തേക്കുള്ളിൽ ചുരുങ്ങിയത് 6 മാസത്തേക്കുള്ളിൽ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോയില്ല. കേരള സർക്കാർ നഷ്ടത്തിൽ തന്നെയാണ് കലാശിക്കുള്ളു. വാഗ്ദാനം മാത്രമായി പോകുന്നു. അത് പിന്നെ ഇല്ലേ, ഇതിവരിങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു പറയരുതായിരുന്നു. അപ്പൊ ഞാൻ ചോദിക്കട്ടെ അമ്മ, ഈ വാഗ്ദാനം തന്നപ്പോ തന്നെ അവർക്ക് ഈ ഐഡിയ ഉണ്ടായിരുന്നോ ഇങ്ങനെ തന്നെ സംഭവിക്കുന്ന അറിയാമായിരിക്കുമോ? അതെനിക്ക് അറിഞ്ഞുകൂടാ. നമുക്ക് അവർക്കത് തോന്നിയാലായിരിക്കും. അവർക്കിപ്പോൾ അങ്ങനെ തോന്നണമെന്ന് ഇതില്ല. ഇപ്പം ഞാൻ പറഞ്ഞത് ഇങ്ങനെ സർക്കാർ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ സർക്കാർ ഇപ്പം തന്നെ നഷ്ടത്തിലാണ്, ഇല്ലേ, ലാഭമൊന്നുമില്ല. അപ്പോൾ ഇതിങ്ങനെ വന്നു കഴിയുമ്പോൾ അതും സർക്കാർ ഈ പെണ്ണുങ്ങളെല്ലാം ഇടിച്ച് അങ്ങോട്ട് കയറും. പിന്നെ ഈ പ്രൈവറ്റ് വണ്ടിക്കാർക്ക് ആർക്കും കിട്ടിയല്ല. പിന്നെ ഓർഡിനറി യാത്രക്കാരെ കാണുള്ളൂ. അതാണ് ഇതിൽ വരാൻ പോണ കാര്യം. ഇതാണ് സൂപ്പർ ഫാസ്റ്റിലെല്ലാം ആരും കയറത്തുമില്ല. സൂപ്പർ ഫാസ്റ്റൊക്കെ അങ്ങനെ എല്ലാത്തിനും വരുവാണെങ്കിൽ അതാണെങ്കിൽ ഞാൻ നോക്കിയിട്ട് നല്ല കാര്യം. സൂപ്പർ ഫാസ്റ്റില്ല, ഫാഷനില്ല, ഒന്നിനുമില്ല. ഈ ഓർഡിനറിയിൽ മാത്രം 10 രൂപയുടെ യാത്രയിൽ ഞങ്ങളവിടെ ഇവിടെ നിന്ന് പോയാൽ കോട്ടയം വരെ പോകും, അല്ലെങ്കിൽ എറണാകുളം വരെ അല്ലേ ഉള്ളൂ. അത്രയേ ഉള്ളൂ. പിന്നെ വായിക്കാം, അത്രയേ ഉള്ളൂ. എന്നെ സംബന്ധിച്ച് ഞാനിതാ പറയണത്, ആ കാശുണ്ടെങ്കിൽ ഇപ്പോൾ സർക്കാർ ചെയ്യുന്ന കാശുണ്ടെങ്കിൽ 10 പേർക്ക് വീട് വെച്ച് കൊടുക്കാൻ പറ്റും. വീടില്ലാത്തവർക്ക് പറഞ്ഞു മനസ്സിലായി. അത് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയുന്നതാണ്. ഇനി നിങ്ങളിത് എവിടെയെങ്കിലും നിന്ന് പറയുകയാണെങ്കിൽ എൻ്റേതായിട്ട് വരുമോ എനിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഇത് 6 മാസത്തിക്കുള്ള നിലനിന്ന് പോകാൻ പാടായത്. പിന്നെ